ഈ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്കാണെങ്കിൽ വളരെ ദൂരം നിന്ന് വേണം വെള്ളം എല്ലാം കൊണ്ടുവന്ന് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും വെള്ളമൊക്കെ നിറച്ച് എല്ലാ കാര്യത്തിലുള്ള വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി, ആ ചേച്ചി രമിത എന്നാണ് പേര്, ആ ചേച്ചി വന്നിട്ട് പറയണം, സൂസൻ ഇപ്പം കാണണമെങ്കിൽ ഒരാളെ ഇപ്പം കാണാം. കല്യാണത്തിന് വന്ന അവര് ഇങ്ങോട്ട് കുറച്ച് ഫ്രണ്ട്സായിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അവിടെ വെള്ളം അടിക്കുന്ന ഒരു പമ്പുണ്ട്, അവിടെ ചെന്ന് വെള്ളം എടുക്കാന്ന് പറയും. കാണാൻ വേണ്ടി പോയി വെള്ളം എടുക്കാന്ന് പണ്ട് നമ്മുടെ കോളേജിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ. അതെങ്ങനെ കാണാനുണ്ട് വെള്ളം എടുക്കുന്നത് മാത്രമല്ല പറഞ്ഞു. എന്നിട്ട് എന്താ പറയാ, അപ്പൊ ഇവിടെ വെള്ളം നിറച്ച് വെച്ചിരിക്കയില്ലേ, ഈ വെള്ളത്തിനെ അടുത്ത് കളഞ്ഞാലേ. അപ്പൊ ഞാൻ അപ്പൊ അവര് പറഞ്ഞു, നീ അവളൊക്കെ തറയിലെടുത്ത് ഒഴിക്കുക, നമുക്ക് എന്നിട്ട് തിരിച്ചൊരു വെള്ളം കൊണ്ട് വെച്ചാൽ. പിന്നെ ഞാൻ കൊണ്ട് കുടത്തിലെ വെള്ളം എടുത്ത് തറയിൽ ഒഴിച്ചിട്ട് ജോബി ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുടവും വെള്ളം എടുത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത്. ജോബി ചേട്ടന് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ജോബി ചേട്ടനല്ലേ നമുക്ക് മറ്റുള്ളവരൊന്നും നമുക്ക് കാണണ്ട, നമുക്ക് കാണേണ്ട ആളെ ഇവരല്ലേ. അപ്പൊ ഞാനിങ്ങനെ നന്നായിട്ട് നോക്കി നോക്കിയപ്പോ ജോബി ചേട്ടനെ കണ്ടു. ജോബി ചേട്ടനെ അറിഞ്ഞൂടല്ലോ അറിഞ്ഞൂടാ. എന്നിട്ട് പിന്നെ ഈ പ്രപ്പോസൽ വരുന്നു. പ്രപ്പോസൽ പിന്നെ കണ്ടിട്ട് ജോബിച്ചിട്ട് അങ്ങ് പാസ് ചെയ്ത് പോയി. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷം, കണ്ടതിന്റെ സന്തോഷം. സംസാരിക്കാന്ന് വെച്ചാൽ ഒരു പരിചയം ഇല്ലല്ലോ. ഞങ്ങൾ എന്ത് എന്ന് വെച്ചാൽ അന്നത്തെ നാട്ടുമ്പുറത്തൊക്കെ എന്ന് വെച്ചാലേ നമ്മൾ ഈ പെൺകുട്ടികളൊന്നും അങ്ങനെ ആണുങ്ങളോടൊന്നും പോയി ഓടി സംസാരിക്കാൻ. അപ്പൊ നമ്മൾ എന്ന് ഓടിച്ചെന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കൂല. അത് കാരണം നമ്മൾ കണ്ടു. ജോബി ചേട്ടാ എന്റെ അന്ന് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, ഞാനാണ് കണ്ടതല്ല. ചേച്ചിയുടെ ഫസ്റ്റ് മീറ്റിംഗ് ജോബി ചേട്ടന്റെ ഫസ്റ്റ് മീറ്റിംഗ് അല്ല. ഞാനിപ്പോ ഒരു 100 പ്രാവശ്യം മൈൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കണ്ടിട്ട് പിന്നെയൊക്കെയാണ് അത് കണ്ടു മനസ്സിലാ ഒരു സന്തോഷം. അപ്പൊ ഇഷ്ടപ്പെട്ടായിരുന്നോ? പിന്നെയാണ് ഈ പ്രപ്പോസൽ വരുന്നത്. വന്നു ഞാൻ ആഗ്രഹമല്ല വൈദ്യം കൽപ്പിച്ചതും ചേട്ടൻ എന്നതുപോലെ ജോബിന്റെ പ്രപ്പോസൽ. പിന്നെ ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് സമ്മതം. പിന്നെ പപ്പയും അമ്മയും അത് സമ്മതിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണെങ്കിൽ പപ്പയും അമ്മയും പറഞ്ഞ് ഞങ്ങൾ 4 പേരാണ്. അപ്പൊ എന്റെ ചേച്ചി ഒരാളുണ്ട്, എന്റെ ചേട്ടനുണ്ട്, എന്റെ അനിയത്തിയുണ്ട്. അപ്പൊ ചേച്ചിക്ക് പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ പപ്പ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നും, പക്ഷെ മൂത്തയാൾ നിൽക്കാൻ വിട്ട് നമ്മൾ എങ്ങനെ ഇളയാളെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഇരിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് പെട്ടെന്ന് ഇല്ല, ഒരാഴ്ച കഴിഞ്ഞ് ചേച്ചിക്ക് പ്രപ്പോസൽ വന്നു. ചേച്ചിക്ക് പ്രപ്പോസലൊക്കെ വന്ന് അവരുടെ തന്നെ കല്യാണവും 1 മാസം കൊണ്ട് അവരുടെ കല്യാണം അങ്ങ് കഴിഞ്ഞു. അപ്പൊ സൂസൻ ചേച്ചിക്ക് സന്തോഷമായോ? പിന്നെ ഇതങ്ങ് ചേട്ടന്റെ സൈഡ് എനിക്ക് പറയാനായിട്ടൊരു ചേട്ടൻ പറഞ്ഞു. ഞങ്ങള് അപ്പൊ കണ്ടു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് സാവിത്രി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയുണ്ട്. ചേച്ചിയാ ഇങ്ങനെ